ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സുമാണ്. നമുക്കറിയാം PSCക്ക് കമ്പ്യൂട്ടർ, അതായത് LDCയുടെ സിലബസ് അനുസരിച്ച് 3 മാർക്കാണ് കമ്പ്യൂട്ടറിന് തന്നിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ VFAക്ക് 5 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ആ സമയത്ത് ചോദിച്ചിരിക്കുന്ന 1-2 എക്സാംസിന് 5 മാർക്ക് 4 മാർക്കൊക്കെ കമ്പ്യൂട്ടറിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് നിസ്സാരമായിട്ട് വിട്ടുകളയാൻ പറ്റുന്നൊരു സെക്ഷൻ അല്ല കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി ഇപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ പറ്റി ഭയങ്കര ആധികാരികമായിട്ട് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. കാര്യം അവർ ഒരിപ്പം 4 മാർക്ക് അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടറിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4ഉം അവർ പാടാക്കില്ല. ഒരു 2-3 ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, എളുപ്പമായിരിക്കും. നമുക്കപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ, ആ ഒരു ബേസിക് ഐഡിയ എങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് എന്താ, ഓരോ മാർക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു ബേസിക് ഐഡിയ കമ്പ്യൂട്ടറിനെ പറ്റി എടുത്ത് വെക്കുക. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നമുക്ക് പഠിച്ചു പോകാം. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം? ഓപ്ഷൻ എ വിൻഡോസ്. വിൻഡോസ് എന്തിൻ്റെയാണ്? മൈക്രോസോഫ്റ്റിൻ്റെയാണ് അല്ലേ. മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ്? അത് ബിൽ ഗേറ്റ്സും പോൾ അലനുമാണ്. പോൾ അലൻ ആണ് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകരെന്ന് പറയുന്നത്. ഇനി ഈ SQLൻ്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വയ്ക്കുക, അത് ചോദിച്ചിട്ടുണ്ട്. SQL എന്ന് പറയുന്നത് എന്താണ്? അത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, അതാണ് SQLൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉദാഹരണമാണ് വിൻഡോസ്. ഈ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാകുന്നു. നേരല്ലേ, നമുക്കെന്താ ഈ ഗവേണൻസ് ആയതുകൊണ്ട് നമുക്കെന്താ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് പോയി അക്ഷയ കേന്ദ്രത്തിൽ പോയി അങ്ങ് ചെയ്താൽ മതി. അല്ലാണ്ട് അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടുകയും അല്ലെങ്കിൽ നമുക്ക് കൈക്കൂലി കൊടുക്കുകയും ഒന്നും വേണ്ട. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സമയത്തിനുള്ളിൽ തന്നെ കിട്ടും. ഇത്ര ദിവസമൊന്നുണ്ട്, നമുക്കൊരു ജാതി സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം, അക്ഷയ കേന്ദ്രത്തിൽ പോയി അപ്ലൈ ചെയ്ത് ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടും. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ല, അവരുടെ പുറകെ നടന്ന് അവർക്ക് കൈക്കൂലിയും കൊടുത്തൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു. ആണോ? സന്ദർശനം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. സോ ഇതാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. ശരിയെന്ന് പറയുമ്പോൾ 1ഉം 2ഉം ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണമാണ് ഏതാണ്? ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഗേറ്റ് വേ 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതാണ് ഗേറ്റ് വേ. അടുത്തതാണ് ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? മാക് OS X ആണ്. ഇനി ഈ ഉബുണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? 2004 ലിനക്സ് അധിഷ്ഠിതമായ ഡെസ്ക്ടോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉബുണ്ടു എന്ന് പറയുന്നത് കേട്ടോ. അതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ആപ്പിൾ കമ്പനിയുടെ ഏതാണ്? മാക് OS ആണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെർച്ച് എഞ്ചിനുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സെർച്ച് എഞ്ചിൻ അല്ലാത്ത സഫാരിയാണ് ഇവിടെ. സഫാരി എന്ന് പറയുന്നത് ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസറാണ്. അതായത് നമ്മുടെ ആപ്പിൾ ടി വി അല്ലല്ലോ, നമ്മുടെ ആപ്പിള് ആപ്പിൾ കൊണ്ടുവന്നതാണ് എന്തെന്ന് പറയുന്നത്? സഫാരി എന്ന് പറയുന്നത്. സഫാരി വെബ് ബ്രൗസർ ആപ്പിളാണ് കൊണ്ടുവന്നത്, ആപ്പിൾ കമ്പനിയുടേതാണ്. അപ്പോൾ യാഹൂ, അതേപോലെ ബിങ്, അതേപോലെ ആസ്ക്, പിന്നെ എന്തൊക്കെയാണ്? AOL, അതേപോലെ തന്നെ ഗൂഗിൾ, പിന്നെയുള്ളത് അൽത്താവിസ്ത. ഇതൊക്കെ നമ്മുടെ സെർച്ച് എഞ്ചിനുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക. അതേപോലെ ബെയ്ഡു, ഇതൊക്കെ സെർച്ച് എഞ്ചിനുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ കുറച്ച് സെർച്ച് എഞ്ചിനുകളുടെ പേരെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, കണ്ടോ, ഈ പരീക്ഷയ്ക്ക് നോക്കിക്കുക, ഇത് 52/2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 4 ക്വസ്റ്റ്യനാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. PROMൻ്റെ പൂർണ്ണരൂപം പ്രോമിൻ്റെ പൂർണ്ണരൂപം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ റോം എന്ന് പറഞ്ഞാൽ എന്താണ്? റോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റീഡ് ഓൺലി മെമ്മറിയാണ്. അപ്പോൾ പിക്കാണ് വ്യത്യാസമുള്ളത് അല്ലേ. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ് പ്രോം എന്ന് പറഞ്ഞാൽ. അതായത് ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യപ്പെടുന്നതാണ്. ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യപ്പെടുന്ന റോമിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ് എന്തെന്ന് പറയുന്നത്? പ്രോം എന്ന് പറയുന്നത്. പിന്നെയുള്ളത് എം റോം ഉണ്ട്. എം റോം എന്ന് പറഞ്ഞാൽ ഈ എം മാസ്ക്ഡ് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. ഇനി അതേപോലെ പ്രോം പറഞ്ഞു. പിന്നെയുള്ളത് EP റോമാണ്. EP റോം എന്ന് പറഞ്ഞാൽ ഇത് ഇറേസബിൾ ആണ്. ബാക്കിയെല്ലാം സെയിം ആണ്. പ്രോഗ്രാമബിൾ
റോമാണ്, ഇറേസബിൾ പ്രോഗ്രാമബിൾ റോമാണ് EEPROM എന്ന് പറയുന്നത്. പിന്നെയുള്ളത് EEPROM ആണ്. ഈ EEPROM എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇലക്ട്രിക്കലി, ബാക്കിയെല്ലാം ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോമാണ് EEPROM എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് റോം എന്ന് പറയുന്നത് 4 ടൈപ്പായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. ഒന്ന് MROM, പിന്നെ ഒന്ന് PROM, പിന്നെ ഒന്ന് EPROM, പിന്നെ ഒന്ന് EEPROM ആണ്. അതിനെല്ലാത്തിൻ്റെയും ഫുൾ ഫോം ഒന്ന് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് നോക്കിക്കേ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷമാണേത്? 2008 IT ആക്ട് ഭേദഗതി ചെയ്തത്. IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്നാണത് പാസ്സാക്കിയത്? IT ബില്ല് പാസ്സായത് 2000 നമുക്കറിയാം. IT ആക്ട് 2000 അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. ഇനി ഈ ഭേദഗതി ചെയ്തത് 2028, അത് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27 IT ആക്ടിൻ്റെ ഭേദഗതി ചെയ്ത വേർഷൻ നിലവിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ AI സംവിധാനം. ഇത് 112/24 ലബോറട്ടറി അസിസ്റ്റൻറ്റിനെയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ AI സംവിധാനമാണ് എന്തെന്നറിയപ്പെടുന്നത്? കോപൈലറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി താഴെ പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ ഭാഷ AIക്ക് യൂസ് ചെയ്യുന്ന ഭാഷ എപ്പോഴും എന്താണ്? പൈത്തൺ ആണ്. പൈത്തൺ. കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത്? കീബോർഡ് നമുക്കറിയാം, ട്രാക്ക് ബോൾ, ബാർകോഡ് റീഡർ. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ അറിയാമോ എന്താണെന്ന്? അത് ഈ എന്താണ്, ഹൈ ക്വാളിറ്റി ഗ്രാഫിക് ഡിസൈനൊക്കെ ചെയ്യത്തില്ലേ, ഇങ്ങനെ ഒരു വലിയൊരു സംഭവം ഇവിടെ ഇങ്ങനെ, ഇതിനെയാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക പ്ലോട്ടർ എന്താണെന്നുള്ളത്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മറക്കില്ല, അത് ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്നുള്ളത്. പ്ലോട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഔട്ട്പുട്ടാണ്. നമ്മൾ ഗ്രാഫിക് ഡിസൈനൊക്കെ ചെയ്ത് ബാനറൊക്കെ അടിച്ച് വരത്തില്ല, അതിനെയാണ് നമ്മൾ പ്ലോട്ടർ എന്ന് പറയുന്നത്. GPS-ൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അതാണ് GPS. വെബ് ബ്രൗസറിന് ഉദാഹരണമല്ലാത്തതാണ് ഇത്? കുക്കി. സഫാരി നമ്മൾ പറഞ്ഞു ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസറാണ് ഫയർഫോക്സ്, അതേപോലെ ഒപ്പേറ, ഇതെല്ലാം എന്താണ്? വെബ് ബ്രൗസറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 2020 ഇൻഫർമേഷൻ ടെക്നോളജി. ഇത് 41/2024 2020 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിൻ്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയിലാണെന്ന്? അതായത് 66A ബന്ധപ്പെട്ട ഹർജി ഏതാണത്? ശ്രേയ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും തമ്മിലുള്ളതാണ്. ശ്രേയ സിംഗാളും വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് അഥവാ ഏതൊക്കെയാണ് ശരി? ഹബ് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്ററാണ്, ഇത് ശരിയാണ്. റൂട്ടറുകൾ ബ്രിഡ്ജിനേക്കാൾ ചെലവേറിയതാണ്, ഇതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരിയാണ്. സോ 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരി. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫാക്ട്സ് ആണിത്. നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, വേണമെങ്കിൽ ഞാനത് ടെലഗ്രാം ഗ്രൂപ്പിൽ അതിൻ്റെ ആ ഒരു ഫയൽ ഇട്ട് തരാം. അതൊന്ന് പഠിക്കുന്നത്, ഒന്ന് വായിച്ചു പോകുന്നത് വളരെയധികം നല്ലതായിരിക്കും. 1 മാർക്ക് കിട്ടാൻ വളരെയധികം ചാൻസ് ഉള്ളൊരു സെക്ഷനാണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകമാണ് എന്ത്? ഡീലിമിറ്റർ എന്ന് പറയുന്നത്. ഡീലിമിറ്റർ. CSV ഫയലുകളെ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകങ്ങളാണ് ഡീലിമിറ്റർ. സൈബർ സുരക്ഷയെയും ഓൺലൈൻ സുരക്ഷയെയും കുറിച്ച് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ISRA എന്താണ്? ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷൻ, ഫുൾ ഫോം ഒന്ന് പഠിച്ചു വയ്ക്കുക. യുമായി ചേർന്ന് കേരള പോലീസിൻ്റെ സംരംഭമാണ് എന്തെന്ന് പറയുന്നത്? കിഡ് ഗ്ലോ എന്ന് പറയുന്നത്. കിഡ് ഗ്ലോ എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ സംരംഭമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 38/24 ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃനാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് ഫിഷിംഗ് എന്നാണ്. അത് വിപുലമായ ഫിഷിംഗ് ആണെങ്കിൽ അതിനെ അറിയപ്പെടുന്നത് വെബ് ജാക്കിംഗ് എന്നാണ്. വെബ് ജാക്കിംഗ്. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ലാരി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ജനപ്രിയമായ സെർച്ച് എഞ്ചിനാണ് എന്ത്? ഗൂഗിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 34/2023 ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്രഭാഷകളിലേക്ക് മാറ്റുന്നതിന് എന്തായിരിക്കും? അതായത് ഭാഷകൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായിരിക്കും അത്? പ്രോഗ്രാം ട്രാൻസ്ലേറ്ററാണ്. വിവിധ തരത്തിലുള്ള പ്രോട്ടോക്കോളുകളിലെയും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാനായിട്ട് എന്തുപയോഗിക്കുന്നു? പ്രോട്ടോക്കോൾ. ഈ പ്രോട്ടോക്കോൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോർക്കുക? ഗേറ്റ്വേ ആണെന്ന് ഓർക്കുക. വിവിധ തരത്തിലുള്ള പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാനാണ് എന്തുപയോഗിക്കുന്നത്? ഗേറ്റ്വേ ഉപയോഗിക്കുന്നത്.
ഡക്ക് ഡഗോ എന്നത് എന്താണ്? ഒരു സെർച്ച് എഞ്ചിനെയാണ് ഡക്ക് ഡഗോ എന്ന് പറയുന്നത്. ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചരണത്തിന് അയക്കുന്ന സന്ദേശമാണ് എന്ത് പറയുന്നത്? സ്പാംസ്. നമുക്ക് ഫോണിലൊക്കെ വരത്തില്ലേ, നമ്മൾ പറയത്തില്ലേ സ്പാം മെസ്സേജിംഗ് ആണ് അല്ലെങ്കിൽ സ്പാം കോൾ ആണെന്നൊക്കെ പറയില്ലേ, അതിനെയാണ് സ്പാം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ്, തന്നിരിക്കുന്നവയിൽ ഇൻപുട്ട് ഉപകരണമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിൻ്റർ, സ്കാനർ, പ്ലോട്ടർ, ബ്ലൂറേ DVD. ഇതിലേതായിരിക്കും? സ്കാനർ. നമ്മൾ സ്കാൻ ചെയ്ത് വിവരങ്ങൾ അങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്. സോ ഏതാണ്? ഓപ്ഷൻ സി സ്കാനറാണ്. കണ്ടോ, ഈ എക്സാമിനും എന്ത് ചെയ്തിട്ടുണ്ട്? 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെതാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ല 5 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത്. 36/23 വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്ചുപൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? കൂട്ട്. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ IT ആക്ട് 2000 അല്ലെങ്കിൽ 2008 ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? ആൾമാറാട്ടമാണ്. ആൾമാറാട്ടം 66D ആണ്. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസമാണ് ഇത് ഒക്ടോബർ. ഇത് എറണാകുളം, അതായത് എറണാകുളം അതേപോലെ വയനാടൊക്കെ ഉള്ളവർ ഒന്ന് നോക്കി വയ്ക്കുക. കാര്യം നമുക്ക് എക്സാം എപ്പോഴാണ്? ഒക്ടോബറിലേക്കാണ്. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് വരും. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസമാണ് ഇത് ഒക്ടോബർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലേക്ക് ചിത്രങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുന്ന നമ്മളെപ്പോഴും എന്താണ്? കീബോർഡ്. ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? ബ്ലൂടൂത്തിൽ ഉപയോഗിക്കുന്ന ഏതാണ്? റേഡിയോ തരംഗം. താഴെ പറയുന്നവയിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി? വോളറ്റൈൽ മെമ്മറി ഏതാണ്? റാം ആണ് വോളറ്റൈൽ മെമ്മറി. നമുക്ക് ഈ റാമും റോമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ മെമ്മറി ഡിവൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പ്രൈമറി അല്ലേ, പ്രൈമറിയുമുണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്? സെക്കൻഡറി ഡിവൈസുമുണ്ട്. സെക്കൻഡറി ഡിവൈസ് നമുക്കറിയാം എന്തൊക്കെയാണ്? നമുക്ക് CD, അതേപോലെ DVD, ഇതൊക്കെ എന്താണ്? സെക്കൻഡറി ഡിവൈസുകളാണ്. ഇനി ഈ പ്രൈമറി മെമ്മറിയിൽ നമുക്ക് 2 ആയിട്ടാണ് തിരിക്കുന്നത്. ഒന്നാണ് റാം, രണ്ടാമത്തതാണ് റോം എന്ന് പറയുന്നത്. ഓക്കെ, ഈ റാമിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് റാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ സ്പീഡ് മെമ്മറിയാണ്. ഹൈ സ്പീഡ്, റോമിനെ അപേക്ഷിച്ച് ഹൈ സ്പീഡ് മെമ്മറിയാണ്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു ക്യാഷെ മെമ്മറിയും കൂടിയുണ്ട്. നമുക്കിപ്പോൾ ഇത് രണ്ടും നമുക്ക് ആദ്യം നോക്കാം. ഹൈ സ്പീഡ് മെമ്മറിയാണ്. അതേപോലെ കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ എന്ത് സംഭവിക്കും? ഡാറ്റ ഓഫാക്കുമ്പോൾ ഡാറ്റ എന്ത് സംഭവിക്കും? നഷ്ടമാകും റാമിൽ. ഇനി ഇതൊരു താൽക്കാലിക മെമ്മറിയാണ്. താൽക്കാലികമാണ്, ഡാറ്റ നഷ്ടപ്പെട്ടു പോയില്ല, അപ്പോൾ എന്താ? താൽക്കാലിക മെമ്മറിയാണ്. അതായത് ഇതിന് എന്ത് പറയും? വോളറ്റൈൽ മെമ്മറി എന്ന് പറയും. ഇതല്ലേ നമ്മളോട് ചോദിച്ചത്. അപ്പോൾ അതായത് റാം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. ഇനി ഈ റാം തന്നെ 2 എണ്ണമുണ്ട്. ഒന്ന് എസ് റാം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിക് റാമും. രണ്ടാമത്തെ ഏതാണ്? ഡി റാം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാം. അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. സ്റ്റാറ്റിക് റാം, ഡി എന്ന് പറയുന്നത് ഡൈനാമിക് റാമുമാണ്. ഈ സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. അതേപോലെ തന്നെ എന്തുണ്ട്? ഹൈ സ്പീഡാണ്, സ്പീഡ് കൂടുതലാണ്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് നോക്കാനുള്ളത്? അടുത്ത എന്താ? റോം അല്ലേ. റോം എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ എന്ത് സംഭവിക്കില്ല? ഡാറ്റ നഷ്ടമാവാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും? പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്. പിന്നെ ഇതാണ് നോൺ വോളറ്റൈലാണ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ റാമും റോമും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എന്താണെന്നും കൂടി നോക്കാം. ഇത് റോമിനേക്കാൾ വേഗത കൂടുതലാണ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഡാറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇത് സൂക്ഷിക്കുന്നു. ഡാറ്റയുടെ സംഭരണവും വീണ്ടെടുക്കലും ഇത് അനുവദിക്കുന്നു. കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഇതിലുള്ളടക്കം നഷ്ടപ്പെടുന്ന ഇതൊരു അസ്ഥിര മെമ്മറിയാണ്. അടുത്തതാണ് റീഡ് ഓൺലി മെമ്മറി അഥവാ റോം. ഇതിന് വേഗത കുറവാണ്. കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുവാനുള്ള പ്രോഗ്രാം ഇത് സൂക്ഷിക്കുന്നു. ബൂട്ടിംഗ്, അതായത് കമ്പ്യൂട്ടർ ആ ഒരു പ്രോസസ്സിനെയാണ്, അതായത് കമ്പ്യൂട്ടർ ഓൺ ആയിക്കേണ്ട അതൊരു പ്രവർത്തനം സജ്ജമാകുന്നവരെ അതിൽ കുറേ പ്രവർത്തനങ്ങൾ നടക്കും. അതിനെയാണ് നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സമയത്ത് നടക്കുന്ന പ്രോഗ്രാമാണ് ബൂട്ടപ്പ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ബയോസ് എന്ന് പറയും. BIOS. സാധാരണയിൽ നിന്ന് ഡാറ്റ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തിരിച്ചെടുക്കാൻ മാത്രമേ സാധിക്കാറുള്ളൂ. കമ്പ്യൂട്ടർ ഓഫാക്കിയാലും റോമിലെ ഉള്ളടക്കം എന്ത് ചെയ്യുന്നില്ല? നഷ്ടപ്പെടാത്തതാണ്. ഇതൊരു സ്ഥിര മെമ്മറിയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം.
ശരിയായ ക്രമം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാദ്യം നമുക്ക് പഠിച്ചിട്ട് നമുക്കിത് നോക്കാം, അല്ലെങ്കിൽ ഇത് തെറ്റിപ്പോകും. അതായത് കമ്പ്യൂട്ടർ മെമ്മറി അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ബൈറ്റ് എന്ന് പറയുന്നത്. ബൈറ്റ് ഇതാണ് കമ്പ്യൂട്ടർ മെമ്മറി അളക്കുന്ന യൂണിറ്റ്. ഇനി ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ബിറ്റാണ്. ഏറ്റവും ചെറുത് ചോദിച്ചാൽ ഏതാണ്, ബിറ്റാണ്. ഇനി നമുക്ക് പഠിക്കാം. 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിബിളാണ്. ഒരു നിബിൾ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, 4 ബിറ്റാണ്. 8 ബിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 1 ബൈറ്റ് എന്ന് പറയുന്നത്. 1 ബൈറ്റ്. ഇനി എല്ലാം എന്താണ്, 1024 വെച്ച് പറയുന്നത്. അപ്പോൾ 1024 ബൈറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്, 1 കിലോ ബൈറ്റ് എന്ന് പറയുന്നത്. ഇനി 1024 കിലോ ബൈറ്റ് എന്താണ്, നമുക്കറിയാം MB 1 മെഗാബൈറ്റ് എന്ന് പറയുന്നത്. ഇനി 1024 മെഗാബൈറ്റിന് നമ്മൾ എന്ത് പറയും, 1 ഗിഗാബൈറ്റ് എന്ന് പറയും. ഗിഗാബൈറ്റ് GB എന്ന് പറയും. 1 GB നമ്മൾ പറയില്ലേ, 1 GB ഡാറ്റ തീർന്നു. എന്താ GBയുടെ ഫുൾ ഫോം, ഗിഗാബൈറ്റ്. ഇനി 1024 GBക്ക് എന്ത് പറയും, അതിനെയാണ് 1 ടെറാബൈറ്റ് എന്ന് പറയും. ടെറാബൈറ്റ്. ഇനി 1024 ടെറാബൈറ്റിന് എന്ത് പറയും, 1 പീറ്റാബൈറ്റ്. PB എന്ന് പറയും. 1 പീറ്റാബൈറ്റ് എന്ന് പറയും. PB. ഓക്കെ. ഇനി 1024 PBയെ നമ്മൾ എന്ത് പറയും, 1024 PBയെ 1 എക്സാബൈറ്റ് എന്ന് പറയും. 1 എക്സാബൈറ്റ് എന്ന് പറയും. അതായത് EB എന്ന് പറയും. ഇനി 1024 EBയെ നമ്മൾ എന്ത് പറയും, 1 സീറ്റാബൈറ്റ് എന്ന് പറയും. 1 സീറ്റാബൈറ്റ്. ഇനി 1024 ZBയെ നമ്മൾ എന്ത് പറയും, 1 യോട്ടാബൈറ്റ് എന്ന് പറയും. 1 യോട്ടാബൈറ്റ്. ഒന്ന് പഠിച്ചു വെക്കുക. ജസ്റ്റ് നിങ്ങൾ അത്യാവശ്യം ഇവിടം വരെയെങ്കിലും, ഈ ഒരു ടെറാബൈറ്റ് വരെയെങ്കിലും ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. എന്താണ്, കമ്പ്യൂട്ടർ മെമ്മറി അളക്കുന്ന യൂണിറ്റ് ചോദിച്ചാൽ അത് ബൈറ്റാണ്. ഏറ്റവും ചെറിയ യൂണിറ്റ് ചോദിച്ചാൽ അത് ബിറ്റാണ്. 4 ബിറ്റാണ് ഒരു നിബിൾ എന്ന് പറയുന്നത്. 8 ബിറ്റാണ് 1 ബൈറ്റ്. പിന്നെ അങ്ങോട്ടേക്കുള്ള കിലോ ബൈറ്റ്. ആ ഓർഡർ പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ. ബാക്കിയെല്ലാം 1024 അറിയുക. ബൈറ്റ്, കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ഗിഗാബൈറ്റ്, ടെറാബൈറ്റ്, പീറ്റാബൈറ്റ്, എക്സാബൈറ്റ്, സീറ്റാബൈറ്റ് ആൻഡ് യോട്ടാബൈറ്റ്. ഓക്കെ. ഇനി നമുക്ക് ആൻസറിലേക്ക് നോക്കാം. ശരിയായ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, മെഗാബൈറ്റ് കഴിഞ്ഞാൽ എന്താണ്, ജിഗാബൈറ്റ്. ജിഗാബൈറ്റ് കഴിഞ്ഞാൽ കിലോ ബൈറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. മെഗാബൈറ്റ് കിലോ ബൈറ്റ് ആണോ? അതായത് കിലോ ബൈറ്റ് കഴിഞ്ഞിട്ടാണ് 1024 മെഗാബൈറ്റ് നമ്മൾ എന്താ പറയുന്നത്, ഗിഗാബൈറ്റ് എന്നാണ്. അപ്പോൾ ഇതും തെറ്റാണ്. 1024 കിലോ ബൈറ്റിന് എന്ത് പറയുന്നുണ്ട്, 1 മെഗാബൈറ്റ്. ഇതൊക്കെ, ഇത് ശരിയാണ്. 1024 മെഗാബൈറ്റിനെ 1 GB എന്ന് പറയുന്നുണ്ട്. 1024 ഗിഗാബൈറ്റിനെ 1 ടെറാബൈറ്റ് എന്ന് പറയുന്നു. സോ ആൻസർ വരുന്നത് 1. അഞ്ചാമത്തേൻ്റെ ആൻസർ വരുന്നത് C ആണ്. അതായത് എങ്ങനെയാണ്, 1024 കിലോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ 1 മെഗാബൈറ്റ്. 1024 മെഗാബൈറ്റ് എന്ന് പറയുന്നത് 1 ഗിഗാബൈറ്റ്. 1024 ഗിഗാബൈറ്റ് എന്ന് പറയുന്നത് 1 ടെറാബൈറ്റ് ആണ്. ഓക്കെ. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റിൻ്റെ ഉത്തരം നോക്കിക്കേ. 1 ടെറാബൈറ്റ്. ടെറാബൈറ്റ് എന്തിന് തുല്യമാണ്? 1 ടെറാബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ടെറയ്ക്ക് മുമ്പുള്ളത് എന്തായിരുന്നു? ഗിഗാബൈറ്റ് അല്ലേ? അപ്പോൾ 1024 ഗിഗാബൈറ്റ് ആണ് 1 ടെറാബൈറ്റ് എന്ന് പറയുന്നത്. ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമുകളെ വരിവരിയായി യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്, ഇൻ്റർപ്രെറ്റർ, കമ്പൈലർ, അസംബ്ലർ, ഇതെല്ലാം പഠിക്കേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇൻ്റർപ്രെറ്റർ എന്താണെന്നും പഠിച്ചു വയ്ക്കുക. ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമുകളെ വരിവരിയായി യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന സോഫ്റ്റ്വെയറെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർപ്രെറ്റർ. നെക്സ്റ്റ് നോക്കിക്കേ, വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവാണ് ടിം ബെർണേഴ്സ്ലി. എങ്കിൽ നോക്കുക, കമ്പ്യൂട്ടറിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കമ്പ്യൂട്ടറിൻ്റെ ഉപജ്ഞാതാവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ചാൾസ് ബബേജ് അല്ലേ? ചാൾസ് ബബേജ് ആണ് കമ്പ്യൂട്ടറിൻ്റെ ഉപജ്ഞാതാവ്. ഇനി അതേപോലെ തന്നെ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അത് അലൻ ട്യൂറിംഗ് ആണ് കമ്പ്യൂട്ടർ സയൻസ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വിൻഡ് സർഫാണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ്. വിൻഡ് സർഫാണ്. ഇനി അറിയേണ്ടത് ആപ്പിളിൻ്റെ ആരാണ്? സ്റ്റീവ് ജോബ്സ് അല്ലേ? സ്റ്റീവ് ജോബ്സ്. ഓക്കെ. അതേപോലെ ജാവ എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ്. ജാവ പ്രോഗ്രാമിൻ്റെ ആരാണ്? ജെയിംസ് എ ഗോസ്ലിംഗ് ആണ് ജാവയുടെ പിതാവെന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇനിയും ഒത്തിരി ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് കമ്പ്യൂട്ടറിൻ്റെ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 31-ാം തീയതി എക്സാം ഉള്ളവർ അത്യാവശ്യമായിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇടുമോ എന്ന് എന്നോട് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ എക്കണോമിക്സിൻ്റെ ബാക്കി പോർഷൻ പെൻഡിങ് വെച്ചിട്ട് കമ്പ്യൂട്ടർ ഇട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്